യേശു ക്രിസ്തു മനുഷ്യനായി വിളങ്ങി. ജീസസ് ഷോൺ ലൈക്ക് എ മാൻ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യമാണിത്. മനുഷ്യനായിട്ട് വിളങ്ങി എന്ന് നമ്മൾ പറയോ, മനുഷ്യ ജീവിതം ദുരിതമാണ്, കഷ്ടമാണ്, പ്രശ്നമാണ്, സങ്കടമാണ്. എന്നെ വിളിക്കുന്ന ഒരു 99% ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അയ്യോ ദുരിതമാണ്. ഒത്തിരി സുഖമുള്ളവരെന്നെ വിളിക്കാറില്ല, അങ്ങനെ വിളിച്ചിട്ട് ആവശ്യമില്ലല്ലോ. ശരിയല്ലേ? അതും വാസ്തവ. അപ്പം ഈ വചനം വല്ലാതെ എന്നെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ ഈ ഭാഗം ഏകദേശം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിന് 7-8 വരുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കാം, മുഴുവൻ വായിക്കാം, എന്നാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. 5 തൊട്ട് 2-ന്റെ 5 തൊട്ട്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പറയാം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, യേശുവിനെ കുറിച്ചാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്താണ്? എങ്ങനെയാണ്? ദൈവം, അതായത് ദൈവപുത്രൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലിവിങ് ഗോഡ്, പിതാവിൻ്റെ മഹത്വം പുത്രനിലുണ്ട്. ആ മഹത്വം അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് മനുഷ്യനായിട്ട് വന്നിട്ട് എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു നല്ല മനുഷ്യനായിട്ട്, മനുഷ്യൻ വേഷം മനുഷ്യനായിരുന്നു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ച ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പലപ്പോഴും ദൈവപുത്രൻ, എല്ലാവരും ചോദിക്കോ ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞു, ദൈവമാണെന്ന് പറഞ്ഞോ? അത് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ഈ ചോദ്യം ചെയ്യുന്നവർക്ക് പലത് ചോദിക്കാൻ കാണുമെന്നേ. ഇവരോടൊന്നും ഇപ്പോൾ ദൈവപുത്രനാണെന്ന് ദൈവം എന്ന് പറഞ്ഞാൽ ഇവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവരോടൊന്നും ആർഗ്യ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവപുത്രൻ ദൈവത്വത്തെ അല്ലെ അവൻ്റെ മഹത്വത്തെ സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ച് മനുഷ്യനായി, കാരണം മനുഷ്യൻ ദൈവം ഉണ്ടാക്കിയതാണല്ലോ, ആദ്യത്തെ തൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യനായി വന്ന് മനുഷ്യനായി വിളങ്ങിയെന്ന്. മനുഷ്യനായിട്ട് വിളങ്ങുന്ന എങ്ങനെയാണ്? നമ്മൾ പറയും, നമ്മൾ പോയി മരിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഇത് മണ്ണിൽ നിന്നെടുത്ത് മണ്ണിലോട്ട് പോകുമെന്ന്. മനുഷ്യനായിട്ട് വിളങ്ങിയവനാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ച് കുഴിച്ചിടുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവൻ മനുഷ്യനായി വിളങ്ങിയവനാ. കുറേയൊക്കെ നന്മ പ്രവൃത്തി എന്ന് വിളിച്ചിട്ട് മനുഷ്യനായി വിളങ്ങി. അപ്പം യേശു പറയുന്നത് എന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കാനല്ല യേശുവിന് ഇഷ്ടം. യേശുവിന് ഏറ്റവും ഇഷ്ടം മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ അതാ പറയുന്നത്, ഈ മനുഷ്യപുത്രൻ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും, ക്രൂശിൽ കയറിയേക്കത്തുള്ളൂ, എൻ്റെ ജനം തന്നെ എന്നെ ക്രൂശിക്കും, ഈ മനുഷ്യപുത്രൻ ഇതിൽ കൂടെ പോയേക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ പോകുമ്പോഴൊക്കെയും മനുഷ്യപുത്രൻ ദൈവപുത്രനായിട്ടല്ല കാണിച്ചത്, മനുഷ്യപുത്രനായിട്ട് തന്നെ എല്ലാം സഹിച്ചു. 39 ചാട്ടവാറുള്ള അടി കൊള്ളുമ്പോഴും മനുഷ്യനായി തന്നെ വേദന കൊണ്ട് അവിടെ പടഞ്ഞു തന്നെയാണ് നിന്നത്. ക്രൂശിൽ കയറിയപ്പോഴും മനുഷ്യനായിട്ട് തന്നെ കയറിയിട്ട് ദൈവത്തോട് പിതാവിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേ നിന്നു. ഒരു ഇടതുവശത്തെ കള്ളൻ വേണ്ടാത്തെല്ലാം വിളിച്ചു പറയുമ്പം വലതുഭാഗത്തെ കള്ളൻ എൻ്റെ ദൈവമേ ഇന്ന് നീ എന്നെ ഓർക്കണമേ എന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണമുള്ള മാനസാന്തരത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ നിന്ന് അവനിലേക്ക് വീണു. അവനും ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യനായിട്ട് വിളങ്ങണം എന്നാണ് ഞാനിപ്പോൾ പറയത്തില്ല ഞാൻ ദൈവമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഞാനത് കള്ളുകൂടി മാറിയേച്ച് ഞാൻ നന്നായിക്കോളാം എന്ന് പറയത്തില്ലേ. നീ മാറുമെന്ന്, നീ ആദ്യം യേശുവിനെ സ്വീകരിക്കേ, നിന്നിൽ മാറ്റം വരും. നിന്നിലുള്ള ബലഹീനത വെച്ചുകൊണ്ട് തന്നെ നീ ആരാധിക്കാൻ വാ, കർത്താവ് പരിഹാരം. അതുകൊണ്ട് മനുഷ്യനായിട്ട് വിളങ്ങിയവനെക്കുറിച്ചാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദൈവം പുത്രനായിട്ട് വന്നത് മനുഷ്യനായിട്ട് വന്നെന്നാണ് പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണല്ലോ മറിയയിൽ വന്നത്, മനുഷ്യൻ്റെ ശരീരമാണല്ലോ സ്വീകരിച്ചത്.
ഇതൊക്കെ ആർക്കെങ്കിലും ചിന്ത വരുന്നുണ്ടോ? നമ്മളോട് പറയുന്നത് മനുഷ്യനായിട്ട് വിളങ്ങി ദൈവത്തിൻ്റെ എങ്ങനെ ഒന്നുകൂടെ പറയാം, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണേ എന്ന് വിചാരിക്കാതെ ഞാൻ ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് പറയത്തില്ല. ചില പെൺപിള്ളേർ പറയത്തില്ല. അതിന് ചിലർ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ചില പാവങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചു വിടും. അവർക്ക് വലിയ സൗകര്യമൊന്നും അപ്പുറത്ത് ചെന്നപ്പോൾ അവർക്ക് അതിൽ കൂടെ സൗകര്യക്കുറവെന്നായിരിക്കും. ഈ നമ്മൾ പറയും ഞാൻ ഇവിടുന്ന് കാറയച്ചാലേ പോകത്തുള്ളൂ, കാറ് തന്നാലേ പോകത്തുള്ളൂ, കാറില്ലേ പോകത്തില്ല എന്ന് ബഹളം വെക്കുന്ന കണ്ടിട്ടുണ്ട്. അവസാനം അവരവരൊന്ന് കാറുണ്ടാക്കി കൊടുത്തു വിടും. അത് വേറെ കാര്യം. എന്താണ് അങ്ങനെ യേശു പറഞ്ഞില്ല. ഞാൻ ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞില്ല. മനുഷ്യനായിട്ട് വന്നെന്നാണ് പറഞ്ഞത്. അവിടെ അത് ദൈവത്വത്തെ ഉരിഞ്ഞു വെച്ചെന്ന്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യന് സാദൃശ്യത്തിലായിട്ട് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി. കഴിയുമോ ദൈവത്തിനത് ചെയ്ത് കാണിക്കാൻ സാധിച്ചു എങ്കിൽ? അതല്ലേ നമ്മുടെ റോൾ മോഡൽ. മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി എവിടം വരെ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. Every tongue will confess that Jesus Christ is the Lord. ചെവിയുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. ഈ ചില സത്യങ്ങൾ ഈ ലോകത്തിൽ വെച്ച് അറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ സത്യം അറിയുകയും ഈ സത്യത്തിൽ നമ്മളെ നിർത്തുകയാണ്. അതാണ് കൃപ. അല്ലാതെ നമ്മുടെ മിടുക്കല്ലല്ലോ. അപ്പച്ചനത് തിരഞ്ഞെടുത്ത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്നുകിൽ നമ്മുടെ അമ്മയോ അല്ലെ അപ്പനോ അല്ലെ നമ്മുടെ വലിയപ്പന്മാർ ആരെങ്കിലുമൊക്കെ വലിയതായിട്ട് പുറകെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്പം മാതാവ് ഉണ്ടായപ്പോഴും മാതാവിൻ്റെ അപ്പനും അമ്മയും നല്ല പ്രാർത്ഥനയുള്ളവരായിരുന്നു. നമ്മൾ പുറകോട്ട് നോക്കി അബ്രഹാമിന് സാറായിക്ക് ദൈവത്തിന് തിരഞ്ഞെടുത്തിട്ട് 75 വർഷം തൊട്ട് ഏകദേശം 100 വയസ്സ് വരെ 25 വർഷം ദൈവത്തെ തന്നെ ആരാധിച്ചവനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറകിലാരോ പ്രാർത്ഥിച്ചിട്ട് പാത്രം ശരിയാക്കി അനുഗ്രഹപാത്രമാക്കി തിരഞ്ഞെടുത്ത് വിട്ടതുകൊണ്ടാണ് നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഒരു ഗുണമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ അടുത്ത തലമുറകളിൽ ഇത് വീഴുമല്ലോ. നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു അഭിഷേകത്തിൻ്റെ തൈലം ഈ പാത്രം ശുദ്ധീകരിച്ചിട്ട് അടുത്തിടുമ്പോൾ ചിലപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ ചില ബലഹീനതകൾ കാണിച്ചെന്നിരിക്കും. അല്പകാലത്തേക്ക് അവർ ദൈവത്തിൽ നിന്ന് മാറിയിരിക്കും. പക്ഷെ എവിടെ പോകാനാണ്? ഞാനെപ്പോഴും പറയും, ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് നീ കൂടുവെച്ചാലും പാതാളത്തിൽ നീ പാവിരിച്ച് കിടന്നാലും നിന്നെ അറിയുന്ന ദൈവം വിളിക്കേണ്ട സമയമാകുമ്പം വിളിക്കാനേ. പൗലോസ് അങ്ങനെയല്ലേ? വലിയ തീഷ്ണതയുള്ള മനുഷ്യനായിരുന്നു. സ്തീഫാനോസിനെ കൊന്നപ്പം കൂടെ നിന്നവനാണ്. സ്തീഫാനോസിനെ കൊന്നു കഴിഞ്ഞിട്ട് ശൗല് മഹാപുരോഹിതൻ്റെ നിന്ന് എഴുത്തും വാങ്ങിച്ചിട്ട് പോവുകയാണ്. വിശ്വാസികൾ നേർവഴിക്ക് നടക്കുന്ന ക്രിസ്ത്യൻസിനെ കൊല്ലാൻ വേണ്ടി വഴിക്ക് വെച്ച ദൈവം നട്ടുച്ചയ്ക്ക് അതിലും സൂര്യപ്രകാശത്തിൽ പൗലോസിനെ കണ്ടു. സോളെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കണ്ണടഞ്ഞുപോയി. പിന്നെ കണ്ണ് തുറന്നത് പൗലോസായിട്ടാണ്. വെറും സാധാരണക്കാരൻ അനാനസ് എന്ന് പറഞ്ഞവരും ഒരു പ്രോഫറ്റിനെ പറഞ്ഞു വിട്ട് പ്രാർത്ഥിപ്പിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയ്ക്കുന്നു. ഇതൊക്കെ അസാധ്യമാണോ? മനുഷ്യനായി വിളങ്ങുന്നു. അല്പം മനുഷ്യനായി വിളങ്ങി പൗലോസ്. ഈ 12 ശിഷ്യന്മാരും മനുഷ്യനായി വിളങ്ങി. നമുക്കും മനുഷ്യനായിട്ട് വിളങ്ങാനൊക്കെ. കാരണം എൻ്റെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് മനുഷ്യനായി വിളങ്ങി. അതുകൊണ്ട് എനിക്കറിയാം സകല നാവും, എവറി ടങ്, എല്ലാ നാവും പറയും യേശു ക്രിസ്തു കർത്താവ് തന്നെ. അവനാണ്. ഹീ ഈസ് ഓൾമൈറ്റി ഗോഡ്. അവൻ്റെ മുമ്പിൽ വേറൊരു ശക്തിയും നിൽക്കത്തില്ല. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് ഈ വാക്യങ്ങളൊക്കെ കാതലായ വാക്യങ്ങളാണ്. ഇതൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം. ഈ അവസാനത്തെ വാക്യം തൻ്റെ ഈ മരണത്തോളമുള്ള അനുസരണം കൊണ്ട് അതുകൊണ്ട്, അതായത് ക്രൂശുമരണത്തോളം യേശു അത് അനുസരിച്ചതിനാൽ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും. ആരുടെയൊക്കെയാ? സ്വർലോകത്തിലുള്ളത്, ഭൂലോകത്തിലുള്ളത്, അധോലോകത്തിലുള്ള മൂന്ന് സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖമാർ തൊട്ട് അന്ധകാരത്തിൽ നടക്കുന്ന പിശാചു വരെ ഒരു സമയത്ത് ദൈവസന്നിധിയിൽ ഈ പുത്രൻ്റെ മുമ്പിൽ മടങ്ങും.
യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഈ ഏറ്റുപറയും. അതുകൊണ്ട് ഇച്ഛിക്കുക ഇച്ഛ നിവർത്തിക്കുക എന്ന് ദൈവഹിതം എന്നിട്ട് തിരുഹിതമല്ലോ ചെയ്യുന്നത്. ഈ ഇച്ഛ ഇട്ടുതരികയാണ്. അത് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. ഈ ഫിലിപ്പിയർ 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്നും നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അതാണ് നമ്മുടെ ആവശ്യം. നമ്മളെങ്ങനെ നക്ഷത്രത്തെ പോലെയാണ്, മനുഷ്യനായി വിളങ്ങുന്ന നക്ഷത്രമായി മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ റോൾ മോഡല് ഒറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ, യേശു. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ളവരെല്ലാം യേശു ക്രിസ്തു കർത്താവെന്ന് പറയുന്ന നാൾ വരും. അതിനു മുൻപേ കല്ലുപോലുള്ള ഹൃദയം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആ ദുഷ്ടപിശാചുക്കളെ എടുത്തു മാറ്റി കർത്താവെ തീക്കുണ്ടത്തിനകത്തിട്ട് കരിച്ചു കളഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി ആ അന്ധകാര ശക്തി ഇരിക്കുന്നിടത്തോട്ട് വലിയ പ്രകാശം അയച്ചിട്ട്, അവന് പ്രകാശത്തിൽ നിൽക്കാനൊക്കത്തില്ലല്ലോ, ആ ഇരുട്ടിലേക്ക് വലിയ പ്രകാശം ചെന്നുകൊണ്ടിട്ട് ശത്രുവിനെ ഇല്ലാതാക്കി കർത്താവെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത തലമുറകളിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, മക്കളെ ജോലിക്ക് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എന്താ ദൈവമേ, സംഹാരദൂതൻ അവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നിടത്ത് നീ അവരെ സൂക്ഷിച്ച് ഇന്ന് വരെയും പരിപാലിച്ച ദൈവം, ആ ഏത് ശത്രുവാണെങ്കിലും ഏത് സംഹാരദൂതനാണെങ്കിലും നിൻ്റെ മുമ്പിൽ മുട്ടും അടക്കും. അപ്പച്ച സകല നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സത്യം മനസ്സിലാക്കി ഇത്ര ഉന്നതമായ മഹോന്നതമായ പദവി നമുക്ക് തന്നെന്ന് മനസ്സിലാക്കി ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ മനുഷ്യനായിട്ട് വിളങ്ങാൻ സാധിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് കാണിച്ചെന്ന യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങളും സാഷ്ടാംഗം വണങ്ങും. നമ്മുടെ തലമുറകളെല്ലാം അതിൻ്റെ പുറകിൽ വരട്ടെ. ഈ അയക്കുന്ന വചനം കർത്താവ് നദി പോലെ, റിവർ പോലെ, കർത്താവ് വെള്ളം ഒഴുകുന്നത് പോലെ അടുത്ത തലമുറയിൽ ചെന്ന് വീഴട്ടെ. അഭിഷേകത്തിൻ്റെ പുഷ്ടിയാണല്ലോ നുകമൊടിക്കുന്നത്. നുകമൊടിയട്ടെ അപ്പച്ച. ഒടിയാതെ ഇരിക്കുന്ന കല്ല് പോലുള്ള ഹൃദയങ്ങൾ മാംസളമാകട്ടെ. സ്നോ പോലെ, മഞ്ഞുപോലെ, ഐസ് കട്ടയായിരിക്കുന്ന എല്ലാം തോ ചെയ്ത് കർത്താവ് വെള്ളം പോലെ ആകട്ടെ. പുതിയ വിത്ത്, പുതിയ ഭൂമി, പുതിയ ജീവൻ അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. നിന്നെ അറിയാത്ത ഒരു ജീവിതം ഞങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകരുത്. നഷ്ടപ്പെട്ടു പോയ തലമുറകളെ തിരിച്ചു കൊണ്ടുവരാനാണല്ലോ നീ കടന്നു വന്നത്. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിറ്റേണിറ്റി തലമുറയായിട്ട് നിരവചനം ചെന്ന് പ്രവർത്തിക്കുന്നതിനും അവിടെയെല്ലാം ജീവൻ വരുന്നതിനും മരുഭൂമി ഉദ്യാനമായി മാറുന്നതിനും അനുഗ്രഹം തരുന്നതിന് നന്ദി പറയുന്നു. നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം നീ മനുഷ്യനായി വിളങ്ങി ജീവിച്ചുവെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാൻ സാധിക്കും. പ്രാർത്ഥനകളുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.